ഗുഡ് മോർണിംഗ് സാർ. നേരം എടുത്ത കാര്യമൊന്നും അറിഞ്ഞില്ലടോ. എന്താ ഇത് സാർ? മോർണിംഗ് സാർ. എന്തുവാടോ ഇത്? പതുക്കെ എടുത്ത് വെച്ചാൽ പോരായിരുന്നോ? ധൃതി വെച്ചെടുത്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? സാർ, ഇന്നലെ രാത്രി മുഴുവൻ സാറിനെ മൊബൈലിൽ വിളിച്ചായിരുന്നു. മൊബൈൽ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. മൊബൈൽ ഇല്ലെങ്കിൽ എന്താ, ലാൻഡ് ലൈനിലേക്ക് വിളിക്കായിരുന്നില്ലേ സാർ? ലാൻഡ് ലൈനോ? മറന്നുപോയി. ഇന്നലെ പുതിയ കണക്ഷൻ എടുത്തു. ആ ചാർജർ എന്തേ സാർ? എന്താ വിഷയം? നമ്മുടെ ഏരിയയിൽ ഒരു സൂയിസൈഡ് സാർ. തൂങ്ങിയതാണോ വിഷം അടിച്ചാണോ? ഭാരതി പാർക്ക് റോഡില് ഗൺ ഷൂട്ട് സാർ. ആരാ? അയാളുടെ പേര് കൃഷ്ണൻ എന്നാ സാർ. ഇതാ അവന്റെ ലൈസൻസ്. ആരാ ഇൻഫർമേഷൻ തന്നത്? പുറത്ത് തന്നെ ഇരിപ്പുണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാം സാർ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ ബാറിന്റെ മുമ്പിൽ അടിക്കുകയും ചെയ്തു. എടാ, ജയിലിലാ കിടക്കുന്നേ, അത് മറക്കല്ലേ. പാട് പ്രശ്നമായി. സാർ ഗുഡ് മോർണിംഗ്. അതിട്ട് അങ്ങോട്ട് വെച്ചത് നീ ആ മൊബൈലിൽ എടാ സുരേഷേ, ഡ്യൂട്ടി സമയത്താണോ മൊബൈല്? എടോ ഇങ്ങ് വാടോ, ഇവിടെ വരാൻ. രമേ, സ്റ്റേഷന്റെ പുറകുവശം മുഴുവൻ ഇലയാ. മേശപ്പുറത്ത് വെച്ചേക്കാൻ സാർ. കൊണ്ടുപോ സാറേ. ഇവനാ ആള്. എടോ, രാവിലെ റോഡിൽ കണ്ട കാര്യം പറഞ്ഞില്ലേ, അതങ്ങനെ സാറിനോട് പറ. സാർ, പത്രം ഇടുന്ന സാർ എൻ്റെ ജോലി. ഇന്ന് രാവിലെ പത്രം എടുക്കാൻ വേണ്ടി ഞാൻ ഡിപ്പോയിൽ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരുത്തം വീണ് കിടക്കുന്നത് കണ്ട് മയങ്ങി വീണതെന്നോർത്ത് അടുത്ത് പോയി നോക്കുമ്പോൾ തലയിൽ വെടികൊണ്ട പാടുണ്ടായിരുന്നു സാർ. എത്ര മണിക്ക് കണ്ടത്? രാവിലെ ഒരു 2-2:30 ആയി കാണും സാർ. കണ്ട ഉടനെ ഞാൻ സ്റ്റേഷനിൽ വന്ന് പറയുകയും ചെയ്തു. തൻ്റെ അഡ്രസ്സ് റൈഡർക്ക് പറഞ്ഞു കൊടുത്തിരിപ്പിക്കോ? ശരി സാർ. ബോഡിയൊക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്തല്ലോ അല്ലേ? ചെയ്തു സാർ. ക്രൈം സ്ക്വാഡിൽ നിന്ന് ആദിത്യനാണ് വന്ന് ചെയ്തത്. അവിടെ റെസിഡൻസ് ഏരിയ, ജനങ്ങൾ പരിഭ്രാന്തരാകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് എളുപ്പം ഞങ്ങളെല്ലാം ചെയ്തു. ഗുഡ്. ആ പയ്യൻ്റെ വീട്ടിൽ ഇൻഫോം ചെയ്തോ? ഇതുവരെ ചെയ്തില്ല സാർ. എന്നാൽ പെട്ടെന്ന് ആയിക്കോട്ടെ. സാറേ ഒന്ന് ഓടി വന്നേ സാർ. സാറേ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ സാർ, ഒന്ന് വേഗം വാ സാർ. എടാ, എന്തിനാ നീ കിടന്ന് കാറുന്നത്? സാർ ഒന്ന് വേഗം എൻ്റെ കൂടെ വാ സാർ. എന്താടാ? ഒന്ന് വാ സാർ. രാവിലെ പാർക്കിന്റെ അവിടെ കണ്ട വെള്ളക്കാർ ഞാൻ ഇപ്പൊ കണ്ടു സാർ. ഇവിടെ ഉണ്ടായിരുന്നു സാർ. ഏത് കാറാ സാർ? അതൊരു വെള്ളക്കാർ സാർ. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. നീ എന്ത് പിച്ചും പെയ്യോ പറയുന്നത്? വേറെ വെള്ളവണ്ടി ഒന്ന് റോഡിൽ കൂടെ പോയിക്കൂടെ? അയ്യോ സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സാർ. ഇത്രയും നേരം കിടപ്പുണ്ടായിരുന്നു സാർ. ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി സാറിനോട് പറയാൻ വന്നപ്പോൾ വണ്ടി പൊക്കളൻ സാർ. ശരി, അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പൊ പോ. ഓക്കെ സാർ. എന്താ പ്രശ്നം? ഒന്നുമില്ല സാറേ. സ്പോട്ടിലേതോ വെള്ളക്കാർ കണ്ടെന്ന് ആ വണ്ടി സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടെന്ന്. അവനെ കണ്ട ഉടനെ വേഗം വണ്ടി വിട്ടുപോയെന്നാ പറയുന്നത്. ഏത് കാറ്? ഞങ്ങൾ സ്പോട്ടിൽ ചെന്നപ്പോൾ ഒരു വണ്ടിയും കണ്ടില്ല സാറേ. തന്നെ മൊബൈൽ ഒന്നേ. ഹലോ ആദിത്യൻ. പറയൂ സാർ. ആദിത്യൻ, ദിസ് ഇസ് ദീപക് ഹിയർ. കോൺസ്റ്റബിളിന്റെ മൊബൈൽ എന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. സോറി സാർ, രാവിലെ മുതൽ സാറിനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക സാർ. എന്താ സാർ, മൊബൈലിന് എന്ത് പറ്റി? ഐ ഹാവ് എ വെരി ബാഡ് മെമ്മറി. മൊബൈൽ മറന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് പോയി. ഓ, അത് കോപ്പി ചെയ്യാം. യാ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. PM കഴിഞ്ഞോ ആദിത്യൻ? ഇല്ല സാറേ, വൈകിട്ട് റിപ്പോർട്ട് കിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞ ഉടനെ വാങ്ങിച്ചോളാം. പിന്നെ രാജു സൂയിസൈഡ് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. തനിക്കെന്ത് തോന്നുന്നു? എന്താ സാറേ? ബിക്കോസ് പാർക്കിനടുത്ത് വെച്ച് അവൻ തന്നെ ഷൂട്ട് ചെയ്ത് മരിച്ചു എന്ന് പറയുന്നത് എന്തോ അതിലൊരു അവിശ്വസനീയത തോന്നുന്നില്ലേ? മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റാണ് അവസാനം കിട്ടിയത്. അതും മഴയിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഇത് ഒരു ആത്മഹത്യക്കും വകയുണ്ട്. നോട്ട് ഷുവർ. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഞാൻ ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പിന്നീട് വിളിച്ചോളാം. ഓക്കെ സാർ. ഇന്ന് മുഴുവനും ഞാൻ ഈ മൊബൈലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ വിളിക്കുമ്പോൾ ആരാന്ന് ചോദിച്ചേക്കരുത്. വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ഏരിയ മൊത്തം തപ്പാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓവർ. ഇവിടെയാണോ സാർ? അവിടെയാ സാർ, കട്ട് റോഡിൽ. പോലീസ് മാപ്പൊക്കെ കഴിഞ്ഞോ? ഇല്ല സാർ, ആവശ്യമില്ലാതെ ആളെ കൂട്ടണ്ടെന്ന് ആദിത്യം പറഞ്ഞായിരുന്നു സാർ. കുറച്ച് വെള്ളം എടുത്തു. വണ്ടി ഇവിടെയായിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? സാർ, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു സാർ.
കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തോ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞ് അടിച്ചു വിടുന്നതാണ് സാറേ. മീഡിയക്കാരൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല സാർ, ഇവിടെ ഉള്ളവരോടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പത്രം ഇടാമെന്ന പയ്യനല്ലേ ഇൻഫർമേഷൻ തന്നത്? അതെ സാർ. ലീക്ക് ഔട്ടായ വലിയ പ്രശ്നമാവും. അത് ഞാൻ നോക്കിക്കോളാം സാറേ. ഗൗതം, സാറിൻ്റെ ആ സൈഡൊന്ന് തുടച്ചേരെ. സാർ, സാർ ഇത് ആരാ ചെയ്തതെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് പറയാൻ കഴിയില്ല. എങ്കിലും എനിക്കൊരു 3 പേരെ സംശയമുണ്ട് സാർ. ആര്? സാർ, ഈ ഏരിയയിൽ ഒരു 3 പേരുണ്ട്. ദിവസവും ലേറ്റ് നൈറ്റ് ആകുമ്പോഴേ ഈ റോഡിൽ കൂടെ പോകുന്നത്. പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. കണ്ടിട്ടേതോ പണക്കാരുടെ വീട്ടിലെ മക്കളെ പോലുണ്ട്. അവരുടെ തോക്ക് കാണാൻ ചാൻസ് ഉണ്ട് സാർ. ഒന്നെങ്കിൽ ഈ കേസുമായി അവർക്ക് എന്തോ ബന്ധമുണ്ട് സാർ. ഒരുപക്ഷെ ഇല്ലെങ്കിൽ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല സാർ. തനിക്ക് ഉറപ്പാണോ? എൻ്റെ ഒരു തോന്നല സാർ. ഒരുപക്ഷെ എന്നെ വിശ്വാസം ഇല്ലെങ്കിലും എൻ്റെ വാക്കിനെ ഒരു നിമിഷം സാറിന് എന്നെ ഒന്ന് വിശ്വസിച്ചൂടെ സാർ, പ്ലീസ്? ഒരുപക്ഷേ താൻ പറയുന്നതൊക്കെ തെറ്റാണെങ്കിലോ? ഏകദേശം ഒരു തെളിവില്ലാത്ത ക്രൈംസിലും കൊലയാളിയെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ പിടിക്കണമെന്ന് ഒരു റൂളില്ലേ സാർ? പക്ഷേ ഇതൊരു സൂയിസൈഡ് ആയിരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നാണല്ലോ ക്രൈംബ്രാഞ്ച് പറയുന്നത്. കമോൺ സാർ, ഒരുത്തനെ ഷൂട്ട് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ട് പോകുന്നത് ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ് ടെക്നിക് സാർ. ഈ കേസിനെ കുറിച്ചുള്ള ഒരു എവിഡൻസും നമ്മുടെ കയ്യിലില്ലല്ലോ. പിന്നെ എങ്ങനെ പിടിക്കാൻ പറ്റും? സാർ, ഇത് ലിമിറ്റ് കടന്ന് ഞാൻ പെരുമാറുന്ന പോലുണ്ട്. പക്ഷേ ഇത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് സാർ. ചുമ്മാ ലാത്യം കൈ പിടിച്ചിട്ട് വെറുതെ വാച്ച്മാനെ പോലെ നടക്കുന്നതിലും നല്ലത് ഇതുപോലുള്ള കേസുകൾ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ എനിക്ക്. എടോ, സ്റ്റേഷനിൽ എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്താൽ മതി, അല്ലാതെ വെറുതെ. പേരെന്താ? ഗൗതം എന്നാണ് സാർ. ഇന്നലെയാണ് സാറിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തത്. പുതിയതായി 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ കാണാൻ പറ്റില്ല. രാജൻ, സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് സ്പോട്ടിലേക്ക് വേറെ ആരെങ്കിലും ഒന്ന് അയക്കാൻ പറ. ശരി സാർ. ഗൗതം ഇനി മുതൽ നമ്മുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു സാർ. കേറ്. ഈ വീട് തന്നെയല്ലേ? കൺഫേം ആണോ? അതെ സാർ, സ്കോഡ വണ്ടി അവിടെ ഉണ്ട് സാർ. കാറൊക്കെ ശരിക്ക് പരിശോധിക്കണം. ഉള്ളിലേക്ക് വരാലോ അല്ലേ? ആ, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നറിയാമോ? അറിയില്ല. വേറൊന്നുമല്ല, തൊട്ടടുത്ത സ്ട്രീറ്റിൽ രാത്രി ഒരു മോഷണം നടന്നിരുന്നു. അവന്മാർ തോക്ക് ചൂണ്ടി വീട്ടുടമസ്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ തോക്കൊന്നുമില്ല. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. ആ മോഷ്ടാക്കളാരെങ്കിലും ഈ വീടിനുള്ളിൽ കയറി ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നു, നത്തിങ് മോർ. ഈ വീട് ആരുടെയാ? എൻ്റെ പേരിലാണ് ഉള്ളത്. എൻ്റെ പേരിലെന്ന് പറഞ്ഞ പേരെന്താ? ഫാബിയ. നിങ്ങൾ രണ്ടുപേരും? സാർ, ഞാൻ മെൽവിൻ ഇമം മനോ. ആ, ഇത്രയും വലിയൊരു വീട്ടില് നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല സാർ, മാസത്തിലൊരിക്കലും ഇവൻ്റെ അച്ഛൻ വരും ഇവിടേക്ക്. പിന്നെ വീട്ടു ജോലിക്ക് ആൾക്കാരുണ്ട്. നിങ്ങൾ 3 പേര് എന്താ ചെയ്യുന്നത്? MBA സെക്കൻഡ് ഇയർ. സാർ എന്നൊരു വാക്ക് യൂസ് ചെയ്യാറില്ല അല്ലേ? യൂസ് ചെയ്യും സാർ. എനിവേസ് മിസ്റ്റർ, ഇനി കുറച്ചു നേരത്തേക്ക് ഈ വീടിൻ്റെ ഉടമസ്ഥരെ ഞങ്ങളായിരിക്കും. ഗൗതം സാർ, നമ്മുടെ വീടൊക്കെ ഒന്ന് ചുരുക്കം ചുറ്റിക്കണ്ടിട്ട് വല്ലയിടത്തും വല്ലൊരു ഒളിച്ചിരിപ്പുണ്ടോ, വല്ല കളിത്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാ. ഓക്കെ സാർ. സാർ, ഒന്നും കണ്ടില്ല സാർ. മൊത്തം ചെക്ക് ചെയ്തു സാർ, അവിടെ ഒന്നുമില്ല. ഡിക്കി അത് ലോക്കാ സാർ. ആ കീ ഇങ്ങനെ? സാർ, ഇന്നലെ ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് താക്കോൽ അവിടെ വെച്ചൊന്നും ഓർമ്മയില്ല സാർ. അത് വീടിനകത്ത് തന്നെയാണ്, വേറെ എവിടെ പോനാ? പെട്ടെന്ന് എടുത്തോണ്ട് വാ. സാർ, കുറച്ച് സമയം തരും സാർ. ഓഫീസിൽ ചോദിക്കുമ്പോൾ എക്സ്ക്യൂസ് ഒന്നും പറയാൻ പാടില്ല. താക്കോൽ അകത്തായിരുന്നു സാർ. ഇല്ല സാർ, ഇവൻ്റെ കയ്യിലായിരുന്നു. എവിടെ വെച്ചെന്ന് അറിയില്ല. ഇവിടെ അതുകൊണ്ട്?
സത്യത്തിൽ ഈ മർഡറും പിന്നെ ഈ പിള്ളേരെയും വെച്ച് നോക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ പിള്ളേര് നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറക്കുന്ന എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. തൻ്റെ ഇൻഡ്യൂഷൻ എന്താ പറയുന്നത് ഗൗതം? ഇവരെ ശരിക്കും വാച്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് സാർ. ഗുഡ്, ഡു ഇറ്റ്. HG എന്ന് പറഞ്ഞാരാ? സാർ, നമ്മുടെ ഏഡ് ജനാർദ്ദനാണ് സാർ. വണ്ടി സൈഡിലേക്കൊന്ന് ഒതുക്കിക്ക്. ആ പറയടോ, എപ്പോ പറ, അഡ്രസ്സ് പറ. ഗുഡ് മോർണിംഗ് സാർ. ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? സാറേ ഞാനാ സാറേ, ശ്രുതിയുടെ നെയ്ബർ ഗണേശൻ, ഫ്ലാറ്റ് 2Bയിലെ താമസം. അപ്പോൾ താനാ ആദ്യം കണ്ടതല്ലേ? ഇല്ല സാർ, ഞാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല സാർ. ഒരു 7 മണിക്ക് ശ്രുതിയുടെ ഫ്രണ്ട് വന്ന് വാതിലിൽ മുട്ടുന്നു കേട്ടു സാർ. ശ്രുതിയുടെ റൂം മുഴുവൻ ബ്ലഡാണ്, എന്നിട്ട് അവളെ കാണുന്നില്ലെന്ന് ഭയന്നാണ് എന്നോട് പറഞ്ഞത് സാർ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ 100ലേക്ക് വിളിച്ചു സാർ. എത്ര മണിക്കാണ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? ഒരു 7:30 കോൾ ചെയ്തിട്ടുണ്ടാവും സാർ. 5 മിനിറ്റിനകം വരുമെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സാർ. അതുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റിന് മുൻപ് വീണ്ടും റിമൈൻഡ് ചെയ്തത്. എന്താ രാജാ ഇത്? ഇവർ 7:30 ഫോൺ ചെയ്താണല്ലോ, എന്നിട്ടെന്താ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഇത്ര ലേറ്റ് ആയത്? സാർ, ഒരു കാര്യം പറയാനുണ്ട് സാർ. സാർ, ആക്ച്വലി 7:30 ഞങ്ങൾ പാർക്കിനടുത്തുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കോൺസ്റ്റബിളേ ഉണ്ടായിരുന്നുള്ളൂ. അഡ്രസ്സ് നോട്ട് ചെയ്തിട്ട് പറയാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു സാർ. ഗൗതം പുതിയ ആളല്ലേ? ആ കോൺസ്റ്റബിളൊന്ന് ഫോണിൽ വിളിച്ചേ. സാർ, അയാളുടെ നമ്പർ എൻ്റെ കയ്യിലില്ല സാർ. നമ്പർ അറിയില്ല എന്നുള്ള എക്സ്ക്യൂസൊക്കെ പറയല്ലേ രാജാ. ജനാർദ്ദനെ വിളിച്ചിട്ട് അയാൾക്ക് ഫോൺ കൊടുക്കാൻ പറ, ഞാൻ സംസാരിച്ചോളാം. ഇയാളുടെ പേരെന്താ? വൈഷ്ണവി ദാസ് സർ. എന്താ ഉണ്ടായതെന്ന് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയാമോ? ശ്രുതി, ഈ വീടിന്റെ താക്കോൽ എപ്പോഴും നിങ്ങളുടെ അടുത്താണ് ഉണ്ടാവാറ്? അതെ സർ. വീക്കെൻഡ് ആകുമ്പോൾ ചെന്നൈയിൽ നിന്ന് ഇവിടേക്ക് വരും. രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു താക്കോൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ചെന്നൈയിൽ എന്താ ചെയ്യുന്നത്? CTSൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ് സർ. ബസ് ടിക്കറ്റ് ഉണ്ടോ? ഓൺലൈൻ ബുക്കിംഗ് ആണ് സർ. നിങ്ങൾ ശ്രുതിയുടെ റിലേഷനാണോ? ഫ്രണ്ടാണ് സർ, സ്കൂൾ ആൻഡ് കോളേജ് മേറ്റ്. ശ്രുതിയോട് അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? ഇന്നലെ വൈകിട്ടാണ് സർ. ഈ വീട്ടിൽ നിങ്ങൾ എത്ര മണിക്ക് വന്നു എന്നാ പറഞ്ഞത്? ഇന്ന് രാവിലെ ഒരു 6:30ക്കാണ് സർ ഇവിടെ എത്തിയത്. എന്ന് പറയുമ്പോൾ ഒരു 6:45, 6:50 സർ. ശ്രുതിയുടെ ഫോൺ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആണ് സർ. രാജൻ സാർ, എന്തേ? അവനെ വിളിച്ചു സാർ, പക്ഷെ സെല്ലെടുക്കുന്നില്ല. മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കുമായിരിക്കും. കോയമ്പത്തൂർ നിങ്ങൾക്ക് ആർക്കും റിലേറ്റീവ്സ് ഉണ്ടോ? ഇല്ല സർ. മിസ്റ്റർ ഗണേശൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ? അങ്ങനെ പരിചയമില്ല, 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, ഇനി ഈ വീട്ടിലേക്ക് ആരെ അലോ ചെയ്യാൻ പറ്റില്ല.
നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവരുടെ വീട്ടിൽ കുറച്ചു നേരം. യാ, നോ പ്രോബ്ലം സർ. മിസ്റ്റർ ഗണേഷ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ കുട്ടിയെ ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ ഒപ്പം താമസിപ്പിക്കാൻ പറ്റൂ? ഓക്കെ സാർ, അതിന് കുഴപ്പമില്ല സാർ. ഇനിയും ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്നതുവരെ നിങ്ങൾ കോയമ്പത്തൂർ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടിയുടെ താമസ സൗകര്യമൊക്കെ പോലീസ് നോക്കിക്കോളും. ഇഫ് യു ഡോണ്ട് മൈൻഡ്. യാ, ഓക്കെ സർ. ഗൗതമോടെ മുകളിൽ വാച്ച്മാനോട് സംസാരിക്കുക. ഞാൻ വിളിച്ചോണ്ട് വരാം സാർ. ഗൗതം സാർ, വാച്ച്മാനോട് താഴേക്ക് വരാൻ പറ. അടുത്തുള്ള വീടുകളിൽ കൂടി എല്ലാ കാര്യങ്ങളും ചോദിച്ചായിരുന്നു. ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഞാൻ ആരെങ്കിലും അയക്കാം. ഓക്കെ? ഓക്കെ സാർ. സാർ, ഈ കോമ്പൗണ്ട് മുഴുവൻ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. താൻ നൈറ്റ് ഷിഫ്റ്റ് ആണോ ഡേ ഷിഫ്റ്റ് ആണോ? നൈറ്റ് ഷിഫ്റ്റ് ആണ് സാർ. അപ്പോൾ ഇന്നലെ താൻ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു സാർ. ഇവിടെ ഒരുപാട് വീടുള്ളതുകൊണ്ട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലൊന്നും പറ, ശ്രുതി എത്ര മണിക്ക് എന്നാലും വീട്ടിൽ വന്നത്? രാവിലെ ശ്രുതി വന്നാണ് സാർ. എത്ര മണിക്കാണ് തിരിച്ചു പോയെന്ന് അറിയത്തില്ല സാർ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പം ശ്രുതിയുടെ വണ്ടി താഴെ തന്നെ ഉണ്ടായിരുന്നു സാർ. താൻ എത്ര മണിക്കാണ് വന്നത്? സെക്രട്ടറിയോടൊന്നും പറയല്ലേ സാർ, എൻ്റെ ജോലി പോകും സാർ. ഉത്സവം കൂടാൻ നാട്ടിൽ വരെ പോയിരുന്നു സാർ. വെളുപ്പിനെ 5 മണിക്കാണ് സാർ വന്നത്. ഡേ ഷിഫ്റ്റ് വാച്ചോൻ എത്ര മണിക്കാണ് പോയത്? അയാളൊരു 8:30 പോയി സാർ. ഈ അപ്പാർട്ട്മെന്റിൽ സെക്യൂരിറ്റി ക്യാമറയൊക്കെ ഉണ്ടോ? എന്താ സാറേ? സെക്യൂരിറ്റി ക്യാം, ഈ LED ബൾബൊക്കെ വെച്ചിട്ടുള്ള. ഇവിടെ അങ്ങനൊന്നുമില്ല സാർ. സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. പുതിയ കോൺസ്റ്റബിളാ. നിങ്ങൾ പോയിക്കോളൂ. ശരി സാർ. ആരാന്ന്? സുരേഷ്, പുതിയ കോൺസ്റ്റബിളാ. സുരേഷ്, ഗുഡ് മോർണിംഗ് സർ. ഇന്നലെയാണ് നിങ്ങൾ ആദ്യമായി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത്. ഇവിടെ അറ്റ്മോസ്ഫിയർ പുതിയത്, നിങ്ങളാണെങ്കിൽ ചെറുപ്പം. ഇതെല്ലാം ഒരു കാരണമായതുകൊണ്ട് ഒരാൾ ഫോൺ ചെയ്തൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ അത് ഹയർ ഓഫീസറോട് ഇൻഫോം ചെയ്യാതിരിക്കണമെന്ന് ഒരിടത്തും നിയമം പറയുന്നില്ല സുരേഷ്. സാർ ക്ഷമിക്കണം സാർ, അത് ബാങ്ക് കോളാന്ന് കരുതി സാർ. അത് ഫ്രാങ്ക് കോൾസോ? വളരെ സീരിയസ് ആയൊരു കാര്യം തമാശ രൂപേണ പറഞ്ഞ പോലെ തോന്നിയത്. ലിസൺ കെയർഫുൾ മിസ്റ്റർ സുരേഷ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, ഒരാൾ എമർജൻസി ആയിട്ടൊരു കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരില്ല, കൺട്രോൾ റൂമിലേക്കാണ് പോവുക. കൺട്രോൾ റൂമിൽ അവരെ കംപ്ലൈൻറ്റ് റിസീവ് ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മുടെ സ്റ്റേഷനിലേക്ക് അത് ഇൻഫോം ചെയ്യുന്നത്. കൺട്രോൾ റൂമിലിരിക്കുന്നവരാരും ഈ സിറ്റുവേഷൻ്റെ സീരിയസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണമെന്നില്ല. സോ എല്ലാവരും വളരെ ഈസി ആയിട്ട് സംസാരിക്കുള്ളൂ സുരേഷ്, മനസ്സിലായോ? സോറി സാർ, പക്ഷേ ഞാൻ ജോലിയിൽ പുതിയതായതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. സാർ വേറൊന്നും വിചാരിക്കരുത്. ഇറ്റ്സ് ഓക്കെ. താൻ കുറച്ച് ബേസിക് കാര്യങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കും. വൺ മോർ തിങ്, നന്നായിട്ട് ആലോചിച്ചിട്ട് പറയേ. വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഞങ്ങളോട് പറയാൻ മറന്നു പോയിട്ടുണ്ടോ? സാർ, ഇപ്പോൾ നിങ്ങൾ സ്വാഗ് അപ്പാർട്ട്മെന്റ്സിൽ ശ്രുതി താമസിക്കുന്ന സ്ഥലത്താണുള്ളത്? അതെ. ഇന്നലെ പെണ്ണ് നമ്മുടെ സ്റ്റേഷനിൽ വന്നിട്ട് ഒരുത്തിന്റെ പേരിൽ ഈവ് ടീസിങ്ങിനെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആരുടെ പേരിൽ? വീടും അഡ്രസ്സും ഒന്നും കറക്റ്റായിട്ട് തന്നിട്ടില്ല സാർ. പക്ഷേ അംബേദ്കർ നഗർ എന്ന് പറഞ്ഞിട്ട് പോയി സാർ. അയാളുടെ പേര് മനോ എന്ന് പറഞ്ഞു സാർ. മനു ആരാണോ? സാർ ഞാനാ. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ശരിയായ ഉത്തരം മാത്രം പറയണം. ഓക്കെ? സരോജ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ശ്രുതി എന്ന പെൺകുട്ടി നിനക്കറിയാമോ? അറിയാം സാർ. അവളോട് സംസാരിക്കാറുണ്ടോ? ഉണ്ട് സാർ. എപ്പോഴെങ്കിലും ആ കുട്ടി ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? സാർ അങ്ങനെയൊന്നും ഇല്ല സാർ. പിന്നെ അറിയൂന്ന് പറഞ്ഞതോ? ഒരു 10 ദിവസം മുമ്പ് ആ പെണ്ണ് സ്കൂട്ടിയിൽ വന്ന് ഞങ്ങളുടെ കാറിലിട്ടിടിച്ചു. ഞങ്ങളോട് സോറി പറഞ്ഞ് തെറ്റെൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ട് പോയി. അത്രേ ഉള്ളൂ സാറേ. അന്ന് അവളെ ആദ്യമായിട്ട് കാണുന്നത്. അവളുടെ കുഴപ്പം കൊണ്ടായിരുന്നോ അതോ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരുന്നോ? ആ പെണ്ണാണ് സാറേ വേഗം ലെഫ്റ്റിൽ കൂടെ വന്നത്. കണ്ടാ നീ ഒരു യോഗ്യനാണല്ലോ, പിന്നെ ഇങ്ങനെ നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നത്? അവസാനമായി അവളെ എപ്പോഴാ കണ്ടത്? അന്ന് അപകടം നടക്കുമ്പോഴാ ലാസ്റ്റ് കണ്ടത്. ഓ,
സർ, ആദ്യം ഞങ്ങൾ എന്തിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഗുഡ്. അവസാനം സാറെന്ന വാക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ വീടിനടുത്തുള്ള സരോജ് പ്രയാഗ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ശ്രുതി എന്നൊരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. കംപ്ലൈൻറ്റ്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി അംബേദ്കർ നഗറിൽ താമസിക്കുന്ന മനു എന്നൊരു പയ്യൻ്റെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് തൽക്കാലം നിങ്ങളൊന്ന് ചോദ്യം ചെയ്യാൻ ഈ ഒരു റീസൺ മാത്രം മതി. ഞങ്ങളുടെ ഏരിയയിൽ ഇവ മാത്രമേ ഉള്ളൂ മനോജ് എന്ന്? അതെ സർ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ അംബേദ്കർ നഗറിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അവിടെയുള്ള ഒരേ ഒരു മനു നിങ്ങളുടെ ഫ്രണ്ടാ. അതെങ്ങനെയാടാ? മനോ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? നിങ്ങളുടെ മൊബൈലും തന്നെ. ഫോണിന് എന്ത് പറ്റി സാർ? ചാർജ് കയറുന്നില്ല, സ്വിച്ച് ഓഫ് ആയി. ഇത് അവിടെ കൊണ്ടൊന്ന് കുത്തി നോക്ക്. ഓ. ഹലോ ആദിത്യ. പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ എന്തെങ്കിലും? അല്ല അതല്ല, ഇവിടെ ഒരു ചെറിയ കേസുണ്ട്. എന്താ സാറേ? ഇവിടെ അടുത്തൊരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. അവളുടെ ബെഡ്റൂമിൽ ചിലയിടത്തൊക്കെ ബ്ലഡ്. സോ ദ സസ്പെക്ട് ഇസ് എ ക്രൈം സീൻ. സോ നിങ്ങൾക്ക് ഉടനെ പോയി ആ പ്ലേസ് ഒന്ന് സീൽ ചെയ്യാൻ പറ്റുമോ? സാർ, ആ കേസ് തന്നെ ഇവിടെ ക്ലിയർ ആയിട്ടില്ല സാർ. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ് എന്താ സാറേ? അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സ്പോട്ടിൽ കോൺസ്റ്റബിൾ ഗൗതം ഉണ്ടാവും. അയാളുടെ കൂടെ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഡൺ.